ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് ചുരിദാറിൻ്റെ. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തത് ഇഹ ഡിസൈൻസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ അവർക്കൊരു പേജ് ഉണ്ട്, അവരൊരുപാട് ഇതുപോലത്തെ റീൽസൊക്കെ ഇടാറുണ്ട്. സാരിയുടെ, ചുരിദാറിൻ്റെ, അതുപോലെ കഫ്താൻ, ദാവണി, അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളുടെ വീഡിയോസ് ഇടാറുണ്ട്, റീൽസ് ചെയ്യാറുണ്ട്. അപ്പം ഞാനങ്ങനെ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ഇവരുടെ വീഡിയോസൊക്കെ കണ്ട് എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കൊരു കല്യാണം വരുന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു ചുരിദാർ മെറ്റീരിയലാണ്. ഇതാണ് ആ ഒരു ചുരിദാർ മെറ്റീരിയൽ, റെഡ് കളറിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇതൊരു ബനാറസി അൺസ്റ്റിച്ച്ഡ് സൽവാർ സ്യൂട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഞാനൊരു യെല്ലോ എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അതൊരു ഹൽദി ഫങ്ഷനൊക്കെ ആയിരിക്കും ഭംഗി ഉണ്ടാവുക. അപ്പം ഞാനൊരു താലികെട്ട് സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, 2950 റുപ്പീസ് വരുന്നുണ്ട് മെറ്റീരിയലിന് മാത്രം. അപ്പോൾ അത് ദുപ്പട്ട, ടോപ്പിൻ്റെ മെറ്റീരിയൽ, പിന്നെ ബോട്ടം പാൻറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിന് നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം കേട്ടോ. ഇതിലേറ്റവും ഹൈലൈറ്റ് ഈ ഒരു ദുപ്പട്ടയാണ്. ദുപ്പട്ടയിൽ വരുന്ന ഈ ഒരു പ്രിൻ്റാണ് നമ്മൾ നേരിട്ട് കയ്യിൽ കിട്ടുന്നതിനേക്കാൾ ഭംഗിയാണ് വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ് കാണുന്നത്. അപ്പം ഇത് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം കേട്ടോ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു ഇഹ ഡിസൈൻസ് എന്ന് വാങ്ങിച്ചതാണ്, ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്ത് അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം അങ്ങനെ കുറേ സാരികളും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലുകളും ഒക്കെ അവർ ഇങ്ങനെ വീഡിയോസായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടതാണ് ഈ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയലിൻ്റെ വീഡിയോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിത്തിൻ 3 days അവർ ഡെലിവറി പറയുന്നുണ്ട്. ചില ഡ്രസ്സുകൾക്കാണ് അതുള്ളത്, എല്ലാ ഡ്രസ്സുകൾക്കും അല്ല. ഏതൊക്കെ ഡ്രസ്സിനാണെന്നുള്ളത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വിത്തിൻ 3 days ആണ് ഈ ഒരു മെറ്റീരിയൽ എനിക്ക് കയ്യിൽ കിട്ടിയത്. ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മൾ ഇപ്പം കല്യാണത്തിന് പോകുമ്പോൾ എപ്പോഴും നമ്മൾ സാരിയാണ് പ്രിഫർ ചെയ്യാറ് മിക്കവാറും ആൾക്കാർ. ആ ഒരു പട്ട് സാരി എടുക്കുന്ന അതേ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു ഭംഗിയിൽ തന്നെ ഈ ഒരു ചുരിദാർ നമുക്ക് തയ്പ്പിച്ചിടാം. നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ നടക്കുമ്പോൾ ചുരിദാറിട്ട് നടക്കുന്നതായിരിക്കും കംഫർട്ടബിൾ. പക്ഷേ എന്താ പറയുക, ആ സാരിയുടെ എടുത്താൽ എങ്ങനെയായിരിക്കും, സാരി എടുക്കുമ്പോഴാണ് എല്ലാവർക്കും നല്ല ഭംഗി ഉണ്ടാവുക അല്ലേ. ആ സാരി എടുക്കുമ്പോൾ കിട്ടുന്ന അതേ ഭംഗി തന്നെ ഈ ഒരു ചുരിദാർ ഇടുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ ഉണ്ട് ഇതിൻ്റെ ദുപ്പട്ടയ്ക്ക്. അപ്പം ഇതൊരു കുറച്ച് കോസ്റ്റ്ലി ആണോ എന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു ഗുണം കൊണ്ടായിരിക്കാം ഇത്രയും റേറ്റ് വരുന്നത്. 2950 റുപ്പീസാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏറ്റവും ഭംഗി ഇതിൽ, ഈ ഒരു ഡ്രസ്സിൽ ഏറ്റവും ഭംഗി എനിക്ക് തോന്നിയത് ദുപ്പട്ട തന്നെ, ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ്. ദുപ്പട്ടയിൽ വരുന്ന ആ ബോർഡറും അതുപോലെ തന്നെ ആ പാറ്റേൺ, ബോർഡറിൽ വരുന്ന പാറ്റേണും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് നേരിട്ട് കയ്യിൽ കിട്ടുന്നേക്കാൾ ഭംഗിയാണ് വീഡിയോയിലായാലും ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ. നല്ല ഒരു പ്രത്യേകതരം റെഡായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇപ്പം കാണാനും നല്ല ഭംഗിയാണ്. അപ്പം ഇതന്നെ പല കളേഴ്സും അവൈലബിൾ ആണ്. യെല്ലോ ഉണ്ടായിരുന്നു, പർപ്പിൾ ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു കല്യാണത്തിൻ്റെ താലികെട്ട് സമയത്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ റെഡാണ് ചൂസ് ചെയ്തത്. എനിക്കിതിൻ്റെ യെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊരു ഹൽദി ഫങ്ഷനിൽ പോകുമെന്നൊരു തോന്നിയതുകൊണ്ടാണ് റെഡ് എടുത്തത് കേട്ടോ. റെഡ് പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു കളറായിട്ടാണ് എനിക്ക് തോന്നി. ചൂസ് ചെയ്തതിൽ എനിക്ക് റെഡ് നല്ല എന്താ പറയുക, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു റെഡ് എടുത്തതിൽ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു തുലാമഴയായി ചാറുന്നു പെയ്തു തീരാതെ, കാലമോരോന്നും പടിചാരി മാഞ്ഞാലും മതിവരാമനമ